ഫ്രാൻസ് യാത്രയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസമായ ഇന്ന് നമ്മൾ ഒരു ക്രൂയിസ് യാത്ര നടത്താൻ വേണ്ടിയാണ് പോകുന്നത്. ഈ ഒരു ക്രൂയിസ് യാത്രയിലൂടെ പാരീസ് നഗരത്തിന്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളുടെ എല്ലാം ഇലകൾ മഞ്ഞയും ചുവപ്പും നിറം ഇടകലർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതാ ഈ കനാലിലൂടെയാണ് കേട്ടോ നമ്മുടെ ക്രൂയിസ് യാത്ര നടക്കാൻ പോകുന്നത്. ഇതിലൂടെ ഒരുപാട് പേര് ഖയാക്കിംഗ് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ഒരുപാട് പേര് ഖയാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് പോകാനുള്ള ആ ഒരു ക്രൂയിസും അവിടെ കാണാം. ക്രൂയിസിങ്ങിന്റെ ടൈം കാലത്ത് 11 മണിക്കാണ് സ്റ്റാർട്ടിങ്. നമ്മൾ എടുത്തിരിക്കുന്ന സ്ലോട്ടും 11 മണിയുടേതാണ്. പക്ഷേ ഇപ്പോൾ സമയം 10 മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് 1 മണിക്കൂർ കൂടി ഉണ്ട്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടൈം 11 മണിയുടെ സ്ലോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. യൂറോപ്പിൽ എവിടെ പോയാലും ക്രൂയിസ് യാത്ര എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇതുവരെ യൂറോപ്പിൽ വന്നിട്ട് ഒരു ക്രൂയിസ് യാത്ര നടത്തിയിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ ക്രൂയിസ് യാത്ര നമ്മൾ ഫ്രാൻസിൽ തന്നെ നടത്താമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ക്രൂയിസിന്റെ മുകളിൽ ഒരു ഡൈനോസറിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളർ ഡൈനോസർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ സ്ഥലത്തും പോലെ തന്നെ ഇവിടെയും നല്ല തിരക്കാണ് ക്രൂയിസിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം കയറാൻ പറ്റി. ഇതാണ് കേട്ടോ ക്രൂയിസിൻ്റെ അപ്പർ ഡെക്ക്. നമ്മൾ അപ്പർ ഡെക്കിലാണ് ഇരുന്നത്. മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ ബെഞ്ചുകളും നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കയ്യിലുള്ള ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ചിട്ടൊക്കെയാണ് അവിടെ ഇരുന്നത്. സീറ്റ് മൊത്തം വെള്ളമായിരുന്നു. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യാത്രയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.